പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 6-ാം തീയതി ചൊവ്വാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ ദിനം എല്ലാ നിലകളിലും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 27-ാം വാക്യം. ദ ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 27 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം ലോക ക്രൈസ്തവ ജനതയുടെ ഇടയിൽ വളരെ ആത്മീയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരധ്യായമാണ്. പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി ദൈവത്തെ പിൻപറ്റുന്ന ഒരു വിശ്വാസിയെ തമ്പുരാൻ എങ്ങനെ പരിപാലിക്കുന്നുവെന്ന് ഈ അധ്യായം വെളിപ്പെടുത്തുന്നു. ഏകദേശം 122 പേർ ഒറ്റക്കെട്ടായി നിന്ന് ഒരു വ്യക്തിക്കെതിരെ കുറ്റവും കുറവും കണ്ടെത്തുവാൻ ഇറങ്ങിത്തിരിച്ചിട്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ സാധിക്കാതെ ദാനിയേലിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ച് ദാനിയേലിനെ കുറ്റക്കാരനാക്കുവാൻ അവർ സംഘടിച്ച് ഇതാ മേദ്യനായ ദാര്യാവേശ് രാജാവിനെ ചതിച്ച് കുടുക്കിൽപ്പെടുത്തി ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുകയാണ്. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ദീർഘനാളുകൊണ്ട് കേൾക്കുന്നതിനാൽ പരിചിതമാണല്ലോ. എന്നാൽ സിംഹക്കുഴിയിൽ ഇട്ടത് കൊണ്ട് ദാനിയേൽ എന്നേക്കുമായി അവസാനിച്ചു എന്ന് വിശ്വസിച്ച് ആഹ്ലാദിച്ചിരുന്ന പ്രധാന ദേശാധിപതിമാരായ 120 പേരും 3 അധ്യക്ഷന്മാരിൽ 2 പേരും, അങ്ങനെ 122 പേർ സ്വയം തീരുമാനിച്ച് ഒരു വിധി കണ്ടെത്തിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആ വിധി തിരുത്തി എഴുതി. ഈ 6-ാം തീയതി ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കുടുക്കുവാൻ, തകർക്കുവാൻ നമുക്കെതിരെ ഗൂഢസംഘങ്ങൾ ഉണ്ട്. കൂട്ടത്തിലുള്ളവരുണ്ട്, കൂട്ടായ്മയിലുള്ളവരുണ്ട്, കുടുംബത്തിലുള്ളവരുണ്ട്, സുഹൃത്ത് വലയത്തിൽപ്പെട്ടവരുണ്ട്. ഇവർക്കൊക്കെ നമ്മളെ സിംഹക്കുഴിയിൽ ഇടുവാനേ പറ്റുകയുള്ളൂ. ശരിയാ, അല്പം വേദനയും പ്രയാസവും സിംഹക്കുഴിയും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ സിംഹക്കുഴിക്കകത്തിറങ്ങി വരുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇതാ ജാതീയ രാജാവായ മേദ്യനായ ദാര്യാവേശന്റെ 3 പ്രധാനപ്പെട്ട സാക്ഷ്യമാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായി ദാനിയേൽ 6:27 നാം വായിച്ചു കേട്ടത്. അതെ, അവൻ 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 എന്ന് ദാര്യാവേശ് പറഞ്ഞ് ദാനിയേലിന്റെ ദൈവത്തെ ഉയർത്തുകയാണ്. ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, അന്നത്തെ കിരാത രാജഭരണം
കൂടത്തിന് കീഴിൽ സിംഹക്കുഴിയിലിട്ടും തീച്ചൂളയിലിട്ടും മനുഷ്യന് അന്ത്യം കുറിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം ഒരു രാജാവിന്റെ തീരുമാനപ്രകാരം, ലോകപ്രകാരം ഒരു ദൈവ പൈതലിനെ അവന്റെ കിരാത നരവേട്ട ഒരു ദൈവ പൈതലിന്റെ അടുക്കൽ ഒന്നുമില്ല എന്ന് തെളിയിക്കുന്ന രാജാവിന്റെ വലിയ വിടുതലാണ് നമുക്ക് ഈ ദാനിയേൽ പ്രവചനത്തിൽ കാണുന്നത്. ഇതാ രാജാവ് പറയാണ്, ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അതെ, സിംഹത്തിന്റെ വാ, സിംഹത്തിന്റെ കുഴി രാജാവിനും കൂട്ടാളികൾക്കും അന്തിമവിധിയാണ്. അതാണ് അവരുടെ അവസാന വാക്ക്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ഹല്ലേലൂയ രാജാവിന്റെ മേദ്യ പാർസിയ രാജ്യത്തിന്റെ ഹല്ലേലൂയ ഈ നിയമം ഒരു ദൈവ പൈതലിന്റെ വെറും ഉറക്കത്തിന്റെ കുഴിയാക്കി മാറ്റി. ദൈവ പൈതലെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വേദന, പ്രയാസം, നിന്ദ, ദുഷി, പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളുടെ വിഷയം, കുടുംബ വിഷയം, ജോലി വിഷയം, ഇതിനെയൊക്കെ മാറ്റി അതിനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. രാജാവ് അതിശയത്തോടെ വിളിച്ചു പറയുന്നത്, ഒരു പുതിയ ഡിക്രി തന്നെ രാജാവ് തന്റെ അധികാരത്തിന് കീഴിലുള്ള രാജ്യത്തിന് പുറപ്പെടുവിച്ചിട്ട് വിളംബരം ചെയ്യുകയാണ്. അതെ, ദാനിയേലിന്റെ ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. നാം വിളിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണ് എന്ന് ഹല്ലേലൂയ ഒരു ജാതീയ രാജാവായ ദാര്യാവേശ് വിളംബരം ചെയ്യുക. പറയുന്നു, സിംഹത്തിന്റെ വായിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. മാത്രമാണോ, നമ്മൾ ആ അധ്യായത്തിൽ 24, 25 ഒക്കെ വാക്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ആരൊക്കെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ ഗൂഢാലോചന ചെയ്തോ അവരെയും കുടുംബത്തെയും കുഞ്ഞുകുട്ടിയെ ഉൾപ്പെടെ സിംഹക്കുഴിയിലോട്ട് എടുത്തിട്ടപ്പോൾ അതിന്റെ അടിത്തട്ടിൽ എത്തുന്നതിന് മുൻപേ അവരെ പിടിച്ച് തിന്നുകളഞ്ഞു. അതേ സിംഹം, അതേ സിംഹക്കുഴിയിൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് കടന്നു പോകുന്ന വേദനയ്ക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട. പ്രതികാരം യഹോവയ്ക്കുള്ളത്. നമ്മളൊന്നും പറയണ്ട. നമ്മുടെ ഉള്ളു നൊന്ത് തമ്പുരാന്റെ അടുക്കൽ ഒന്ന് കരഞ്ഞാ മതി, ഒന്ന് ഇറക്കി വെച്ചാ മതി. തമ്പുരാൻ ഇടപെട്ടോളും. അതാണ് ദാനിയേൽ 6:10 ദിനം പ്രതി ചെയ്തു വന്നതുപോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഹല്ലേലൂയ. ദാനിയേൽ സിംഹക്കുഴിയിൽ സുഖമായിട്ടുറങ്ങി. രാജകൽപ്പന പുറപ്പെടുവിച്ച രാജാവിന് ദൈവം ഉറക്കം കൊടുത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ പറഞ്ഞാലും, എത്ര ഗോസിപ്പിറക്കിയാലും, എത്ര വിധത്തിലുള്ള പ്രതികൂലങ്ങൾ വന്നാലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ, അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ വളർച്ചയെ, അവരുടെ കരിയറിനെ പിടിച്ചു കെട്ടുന്നത് പോലെ പിശാച് ചില വ്യക്തികളിൽ കൂടെ ഇടപെട്ടാലും തമ്പുരാൻ അതിന്മേൽ വിജയം തരുവാൻ മതിയായവനാണ്. നിങ്ങൾ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരാണോ? കുടുംബജീവിതത്തിലെ തകർച്ചയാണോ നിങ്ങൾ വേദനിക്കുന്നത്? മകന്റെയോ മകളുടെയോ വിവാഹം നടക്കാത്തത് നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പറ്റാതെ സങ്കടപ്പെടുന്നുണ്ടോ? ആരോഗ്യ പ്രയാസത്താൽ വ്യാകുലപ്പെടുന്നുണ്ടോ? മാറി മാറി വരുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങളെ വല്ലാതെ തച്ചുടയ്ക്കുന്നുണ്ടോ? ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു. സിംഹക്കുഴിയെ ഉറക്കക്കുഴിയാക്കുന്ന ദൈവം ജീവിക്കുന്നു. ഒരു ദൈവ പൈതലിനെതിരെ ആര് സിംഹക്കുഴി തിരഞ്ഞെടുത്തോ അവർക്ക് സിംഹക്കുഴി
ന്യായവിധിയുടെ കുഴിയാക്കി മാറ്റുകയും ദൈവ പൈതലിന് അത് വിജയത്തിന്റെ കൊടിയായി ഉയർത്തുകയും ചെയ്ത ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ദൈവത്തെയാ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്, അനുഗമിക്കുന്നത്, പിൻപറ്റുന്നത്. അതുകൊണ്ട് മേദ്യനായ ദാര്യാവേശ് സാക്ഷ്യത്തോടെ വിളിച്ചു പറയുന്നു, ദാനിയേലിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഈ ദൈവത്തിൽ അടിയുറച്ചു വിശ്വസിച്ച് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, സകലവിധ വിഷയങ്ങളും തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്ക്. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം തരും, വിടുതൽ നൽകും, വിജയം തരും. അത് കണ്ട് ഭയപ്പെട്ട് മറ്റുള്ളവർ ദൈവത്തിൽ ആശ്രയിപ്പാൻ തമ്പുരാൻ നിങ്ങളെ ഒരു സാക്ഷ്യപത്രമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആ നിലയിൽ ഈ പകൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ദാര്യാവേശിന്റെ സാക്ഷ്യം നമുക്ക് പറയുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നാം അനുഭവിക്കുന്ന വിടുതൽ മുഖാന്തരം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ പറയുവാൻ ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനും നടത്തിപ്പുകാരനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതം ഒരു കൂട്ടം ആൾക്കാർ അവന്റെ അവസാനത്തിൽ എത്തിച്ചു എന്ന് കരുതി ചിന്തിച്ച് അന്നത്തെ കിരാതവാഴ്ചയുടെ അവസാന വാക്കായി മാറ്റിയ സിംഹക്കുഴിയിലേക്ക് തള്ളിയിട്ടപ്പോൾ വലിയ രാജാവായ സ്വർഗത്തിലെ ദൈവം അതൊരു വലിയ വിടുതലിന്റെ കുഴിയാക്കി മാറ്റിയത് ഇത് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. മാത്രമല്ല, ആരൊക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചോ അവർക്കത് അന്ത്യവിധിയുടെ, ന്യായവിധിയുടെ, മരണത്തിന്റെ കുഴിയാക്കി മാറ്റിയതും ഞങ്ങൾ കേട്ടുവല്ലോ. അത് മാത്രമല്ല, ഈ വിധി എഴുതുവാൻ കാരണക്കാരനായ അതേ രാജാവ് വലിയ സാക്ഷ്യം പ്രഖ്യാപിച്ചത് ഇന്ന് വാഗ്ദത്ത വചനമായി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഇന്ന് ചില വിഷമതയിൽ കൂടെ കടന്നു പോകുന്നു, ഭാരത്തിനും വേദനയിൽ കൂടെ കടന്നു പോകുന്നു. അവയെല്ലാം മാറ്റി ഈ ഒരു വലിയ സാക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പുതിയ തീരുമാനത്തോടെ വചനത്തിൽ വിശ്വസിച്ച് ഇന്നത്തെ കർമ്മമണ്ഡലങ്ങളിലേക്ക് യാത്ര തിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ദാനിയേലിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദാര്യാവേശ് പറഞ്ഞതുപോലെ ഇന്നും അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ആകാശത്തിലും ഭൂമിയിലും കാണിക്കുവാൻ മതിയായവനാ. നമുക്ക് വേണ്ടി അനേകർ ഒരുക്കി വച്ചിരിക്കുന്ന സിംഹക്കുഴികൾ, ചതിക്കുഴികൾ, നിന്നക്കുഴികൾ, പ്രതികൂല കുഴികൾ തമ്പുരാൻ മാറ്റും. വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സാക്ഷ്യത്തിന്റെയും നിലയിലേക്ക് ഉയർത്തും. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.